മദ്യപർ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ തിരുവനന്തപുരം വെമ്പായത്ത് ബാറിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. ശ്രീവത്സം ബാറിൽ ഇന്നലെ രാത്രിയുണ്ടായ സംഭവത്തിൽ 4 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. വെമ്പായം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബാറിലേക്ക് എത്തി ഒരാൾ 10 പേരിലധികം ആളുകൾ അടങ്ങുന്ന സംഘത്തിന് നേരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുന്നു. ഇതായിരുന്നു ഇന്ന് 10:30 മണിക്ക് നമുക്ക് ലഭിക്കുന്ന വാർത്ത. പിന്നീട് വെമ്പായത്തെത്തുമ്പോഴാണ് കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തതയുണ്ടാകുന്നത്. അതായത് ഇവിടെ 10ലധികം പേർ സംഘമായി മദ്യപിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ബാറിലേക്ക് ഒരാൾ എത്തുന്നത്. അയാൾ നന്നാട്ടുകാവ് സ്വദേശി അനീഷാണ് അത്തരത്തിലെത്തുന്നത്. എത്തിയ ശേഷം അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയ ശേഷം സമീപത്ത് നിന്ന് വാങ്ങിയ പെട്രോൾ ഉപയോഗിച്ച് സംഘത്തിന് നേരെ തീ കൊളുത്തുകയാണ് ചെയ്തത്. ആ സമയത്ത് ഈ വെമ്പായം ഹോട്ടലിലെ AC എക്സിക്യൂട്ടീവ് ബാറിൽ 80% ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇത് കണ്ട് പെട്ടെന്ന് ഓടി മാറുകയായിരുന്നു. ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ച അനീഷിന് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഒപ്പം മറ്റൊരു സംഘത്തിലുണ്ടായിരുന്ന 4 പേർക്കും ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. നവാസ്, റിയാസ്, ഷ്യാം തുടങ്ങിയവർക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത്. എന്തായാലും പോലീസ് ആ ഘട്ടത്തിൽ തന്നെ ഇവിടേക്ക് എത്തി. ഇപ്പോൾ മംഗലപുരം പോലീസും ഒപ്പം വെമ്പായം പോലീസിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അഗ്നിരക്ഷാ സേന എത്തിയാണ് ഈ തീ അണച്ചത്. വലിയ നാശനഷ്ടം വെമ്പായം ഹോട്ടലിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കാരണം AC എക്സിക്യൂട്ടീവ് ബാറിനുള്ളിലെ സകല സാധനങ്ങളും കത്തി എരിഞ്ഞിട്ടുണ്ട്. അത് ഈ മദ്യശേഖരത്തിനടുത്തേക്ക് പോയിരുന്നെങ്കിൽ അത് വലിയ അപകടമായി മാറിയേനെ എന്നുള്ള ആശങ്കയും അവർ പങ്കുവച്ചു. എന്തായാലും വലിയ ഭീതിയിലാണ് ആ ഘട്ടത്തിലൂടെ അവർ കടന്നുപോയത്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മുൻപും കേസുകളുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പേർ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.